കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിലെ മാതൃകാ കൃഷിത്തോട്ടം വൈക്കം കായലോരത്തെ PWD അതിഥി മന്ദിരത്തിൽ ഒരുങ്ങുന്നു. ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥാപനങ്ങളിൽ മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കി ജനങ്ങളെ കൃഷിയോട് അടുപ്പിക്കുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം പച്ചക്കറി തൈ നട്ടുകൊണ്ട് വൈക്കം MLA CK ആശ നിർവഹിച്ചു. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനങ്ങളിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് മാതൃകാ തോട്ടമൊരുക്കാൻ കൃഷിവകുപ്പും വൈക്കം നഗരസഭാ കൃഷിഭവനും മാതൃകാ കൃഷിത്തോട്ടമൊരുക്കുകയാണ്. വൈക്കം കായലോരത്തെ സർക്കാർ അതിഥി മന്ദിരാങ്കണത്തിലാണ് ജൈവ പച്ചക്കറി തോട്ടം ഒരുങ്ങുന്നത്. 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷിത്തോട്ടം. മണ്ണിലും ചട്ടികളിലുമായാണ് പച്ചക്കറി തൈകൾ നടുന്നത്. ഇതിനായി മണ്ണിലലിയുന്ന പ്ലാസ്റ്റിക്കും ചട്ടികളുമാണ് ഉപയോഗിക്കുന്നത്. വെണ്ട, തക്കാളി, മുളക്, വഴുതന, ചീര തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ധാരാളം ആളുകൾ എത്തുന്ന നഗരമധ്യത്തിലെ സ്ഥാപനത്തിൽ തളർത്തു പൂവിട്ട് കായ്ക്കുന്ന പച്ചക്കറികൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് കുടുംബങ്ങൾ വീടുകളിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മാതൃകാ തോട്ടത്തിൽ വിളയുന്ന പച്ചക്കറികൾ കൃഷിവകുപ്പ് അധികൃതർ വിൽപ്പന നടത്താതെ നഗരപരിധിയിലെ സ്കൂളുകൾക്കും നിരാലംബർ താമസിക്കുന്ന സദനങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കാൻ സൗജന്യമായി നൽകും. പച്ചക്കറി തൈ നട്ടുകൊണ്ട് MLA CK ആശ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PWD റെസ്റ്റ് ഹൗസിന്റെ നമുക്ക് ഇവിടെ വളരെ വിശാലമായ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാകുന്ന തരത്തിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെണ്ടയും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് ഉൾപ്പെടെ കോവൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ നടുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ട് മറ്റുള്ളവർക്കും കൂടി ഒരു കൃഷിയിലേക്ക് വരുന്നതിനും നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന നല്ല പച്ചക്കറിക്കുള്ള ഒരു ദൗർലഭ്യം അതിനൊരു പരിഹാരവും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ അടുക്കളത്തോട്ടങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും കടന്നു വരുന്നതിനാവശ്യമായ ഒരു പ്രചോദനമാണ് ഇന്നിവിടെ നൽകുന്ന ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷയായി. നമ്മളെ സംബന്ധിച്ച് പച്ചക്കറി എല്ലാം നമ്മൾ തമിഴ്നാട്ടുകാരെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരുടെ പച്ചക്കറിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. തീർച്ചയായും നമുക്ക് സ്വന്തമായിട്ട് ഒരു പച്ചക്കറി ഉണ്ടാകണം, അല്ലെങ്കിൽ പച്ചക്കറിക്ക് നമ്മൾ സ്വയം പര്യാപ്തമാകണം എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സർക്കാർ നടത്തുന്ന ഈ പദ്ധതി വിജയകരമാക്കണം. ഈ സ്ഥാപനം മാത്രമല്ല, തുടർന്ന് ഇത് മാതൃകയായി മറ്റുള്ള സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ കൃഷി ഓഫീസർ C. ജോ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷിവകുപ്പ് കോട്ടയം നോഡൽ DD PP ശോഭ, നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷ്, നഗരസഭാ കൗൺസിലർ സിന്ധു സജീവൻ, ബിന്ദു ഷാജി, PD ബിജിമോൾ, കവിത രാജേഷ്, രാജശ്രീ, രാജശേഖരൻ, അശോകൻ വെള്ളവേലി, എബ്രഹാം പഴയകടവൻ, രേണുക രതീഷ്, രാധിക ശ്യാം, ഇന്ദിരാദേവി, AC മണിയമ്മ, കർഷകരായ പവിത്രൻ, വേണുഗോപാൽ, ഗോപാലകൃഷ്ണൻ, മോഹനൻ, ADA ജോ പൈനപ്പള്ളി, വൈക്കം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനു ചന്ദ്രബോസ്, കൃഷി ഉദ്യോഗസ്ഥരായ ആശ A. നായർ, R. അഷിത, സുധീർ, KC മനു, സൈജു, സബിത, കവിത, ചൈതന്യ, ആശാ കുര്യൻ, വൈക്കം നഗരസഭാ കൃഷിഭവൻ ഓഫീസർ ഷീല റാണി, നിമിഷ കുര്യൻ, കൃഷി അസിസ്റ്റന്റ് മെയ്സൺ മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,